ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവൻ വീട്ടിലേക്ക് വരുന്നത്. എൻ്റെ മുന്നിൽ 4 കുട്ടികളുണ്ടായിരുന്നു. അവർ 3 പേരും അങ്ങനെ പഠിക്കാനായിട്ട് വന്നതായിരുന്നു. ഞാൻ ജോലിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ട്യൂഷനും കാര്യങ്ങളും എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ആ ഒരു സമയത്ത് ഞാൻ അവനെ പ്രതീക്ഷിച്ചിരുന്നു. അവരും എൻ്റെ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ എന്നും വൈകുന്നേരം കാണാറുണ്ട്. ഇന്നത്തെ ദിവസം തമ്മിൽ കണ്ടില്ല. അതുകൊണ്ടാണ് അവൻ അവിടേക്ക് വന്നത്. അവനെ കണ്ട സമയത്ത് തന്നെ ഞാൻ ചോദിച്ചു, എന്താടാ ഇങ്ങോട്ട് വന്നേ, നിനക്കെങ്ങനെ ഈ വഴിയൊക്കെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ കളിയാക്കൽ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെന്താ എനിക്കറിയില്ലേ, നിൻ്റെ വീട്ടിലേക്കുള്ള വഴി ഞാൻ മുൻപൊന്നും വന്നിട്ടില്ലേ, നീ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്നവൻ എന്നോട് മറുപടി പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് പറഞ്ഞു, അതല്ല, നിനക്ക് ഈ ഒരു വഴിയൊന്നും ചില സമയത്ത് അറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണേ എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ അങ്ങനെ കൂടുതൽ ചോദിക്കാനും പിടിക്കാനൊന്നും വരണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അതിന് ശേഷം അവൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എടി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ സമയത്ത് എനിക്കും തോന്നി എന്താണ് അവന് പറയാനുള്ള കാര്യം എന്നൊരാകാംക്ഷ. പെട്ടെന്ന് കുട്ടികളെല്ലാം ഇട്ടൂലി എന്ന് പറയുന്നൊരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒളിച്ചിരിക്കുന്നൊരു കളിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും ആ കളിയിൽ ചേർന്നു. ആ സമയത്ത് ഇട്ടൂലി കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ചേർന്ന് അങ്ങനെ കളിക്കാൻ തുടങ്ങി. അത് ഒരു പാത്തിരിപ്പ് കളിയായതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോയി ഒളിച്ചിരുന്നു. കൂടെ കുട്ടികളും ഒളിച്ചിരുന്നു. അങ്ങനെ ആദ്യത്തെ കളി കഴിഞ്ഞു. ആ സമയത്ത് സേഫായത് ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ അവനും സേഫായി. അതിനകത്ത് ഒരു മുതിർന്ന കുട്ടിയായിരുന്നു പെട്ടത്. അവളെ സാറ്റടിച്ചു. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു കളിയിൽ തോറ്റുപോയി. ഇനി 1 to 3 വരെ കൗണ്ട് ചെയ്യുന്നത് അവളാണ്. അങ്ങനെ കൗണ്ട് ചെയ്തതിന് ശേഷം ഞങ്ങളെ കണ്ടുപിടിക്കണം. അതാണ് കളിയുടെ നിയമം. അതുകൊണ്ട് തന്നെ അവൾ എണ്ണാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാനും അവനും ഒളിക്കാനായി ഓടി. അങ്ങനെ പലരും പല വഴിയിലൂടെ ഓടുന്ന സമയത്ത് ഞാൻ ഒരു വീടിൻ്റെ ചായപ്പിൻ്റെ നടുവിൽ കയറിയിരുന്നു. ആ സമയത്ത് തന്നെ ആരും അവിടേക്ക് വന്നിട്ടില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു അവൻ അവിടേക്ക് ഓടി വരുന്നത്. എടി, ഞാനും ഇവിടെ ഒളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓടി അവിടേക്ക് വന്നു. ആ സമയത്ത് ചായപ്പിൽ ഞാനും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ ചായപ്പ് ആ ഒരു ഡോർ ക്ലോസ് ചെയ്തു. അങ്ങനെ കളിയുടെ ഒരു രസവും കാര്യങ്ങളും അതിങ്ങനെ നോക്കി നിന്ന് പെട്ടെന്നായിരുന്നു ആ ഒരു പെൺകുട്ടി ഉള്ളിലേക്ക് ഓടി വരുന്നത്. ഓടി വന്ന് ആ ചായപ്പിനടുത്ത് ഞങ്ങളെ അടുത്തേക്ക് നോക്കിക്കുന്നുണ്ട്. പക്ഷേ ചായപ്പിനുള്ളിൽ നല്ല ഇരുട്ടാണല്ലോ, അതുകൊണ്ട് ആർക്കും ഞങ്ങളെ കാണാൻ കഴിയില്ല. അത് ഒരു കോൺഫിഡൻസ് ആയിരുന്നു. പെട്ടെന്ന് അവൻ്റെ ശ്വാസത്തിൻ്റെ ശബ്ദം പോലും ഞാൻ കേൾക്കുന്നുണ്ട്. നന്നായിട്ട് അത് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം അത്രത്തോളം ഡീപ്പായിരുന്നു അവിടുത്തെ ഒരു ശബ്ദവും കാര്യങ്ങളും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞാൻ പേടിച്ചു പോയി. പെട്ടെന്ന് അവൾ ഞങ്ങളെ പിടിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പേടിച്ചു പോയി. പക്ഷേ അവൾ അടുത്ത് വന്നതിന് ശേഷം തിരിച്ച് പെട്ടെന്ന് പോയി. പെട്ടെന്ന് ഞാനും അവനും ഒന്ന് റിലാക്സ്ഡായി. ആ ഒരു സമയത്ത് അവൾ എന്നെ നോക്കി. ഞാൻ അവനെയും, എന്താടാ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്, പോകണ്ടേ എന്ന് പറയുമ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോഴേ പോകണ്ട, കുറച്ച് സമയം ഇവിടെ ഇരിക്കാൻ, എന്ത് രസമുണ്ട് ഇവിടെ ഇരിക്കാൻ, നല്ല രസമല്ലേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ വലിയ രസമൊന്നും നോക്കണ്ട, നമുക്ക് പോവാൻ, പെട്ടെന്ന് ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവനും പെട്ടെന്ന് എഴുന്നേറ്റു. ശേഷം പതുക്കെ അവിടേക്ക് നടക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, ദേ അവൾ പോയിട്ടില്ല, നമുക്ക് കുറച്ച് നേരം അവിടെ വിട്ടിരിക്കാം, ഇപ്പോൾ എണീറ്റ് പോയി കഴിഞ്ഞാൽ അപ്പം വെച്ച് നമ്മളെ പിടിക്കും, പിന്നെ നീയോ ഞാനോ എണ്ണേണ്ടി വരും, അതറിയാലോ എന്ന് പറഞ്ഞ് ഞങ്ങളെ 2 പേരും ആ ചായപ്പ് തന്നെ നിന്നു. ആ സമയത്ത് അവൾ റൗണ്ട് തിരിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കുറച്ച് മാറി ആ ഒരു ഡോറിന് പിന്നിലായിട്ട് നിന്നു. ആ സമയത്ത് അവൾ ആ ഡോറിൻ്റെ അടുത്തേക്ക് വന്ന് ഒന്ന് നോക്കിയ ശേഷം തിരിച്ചു പോയി. ഞാൻ പറഞ്ഞു, ഭാഗ്യം നമ്മളെ പിടിച്ചില്ല, നമുക്ക് പോയാലോ എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു കാര്യം മനസ്സിലാക്കിച്ചു. നീ നേരത്തെ എന്തോ കാര്യം പറയാൻ വന്നില്ലേ, അതെന്ത് കാര്യമായിരുന്നു? അതിപ്പം പറയുന്നില്ല, പിന്നെ ഞാൻ പറയാം എന്നവൻ മറുപടി പറഞ്ഞു.
ഞാൻ പറഞ്ഞു, നീ ഇപ്പം പറഞ്ഞാൽ മതി, നേരെ ഇപ്പം പറയാൻ പറ്റുമെങ്കിൽ പറ, പിന്നെ പറയണ്ട. ആ സമയത്ത് അവൻ പറഞ്ഞു, അല്ല മറ്റൊന്നുമല്ല, എനിക്കെന്തോ പറയണം തോന്നിയായിരുന്നു, ഞാനിന്ന് രാത്രി പറഞ്ഞാൽ മതിയോ? രാത്രിയിലോ? രാത്രി എങ്ങനെയാ? ഞാൻ ഉറങ്ങിപ്പോയില്ലേ എന്ന് ഞാൻ പറയുമ്പോൾ, ആ സമയത്ത് 10 മണിയാകുമ്പം നീ പുറത്തേക്ക് വന്നാൽ മതി, ഞാനവിടെ കാണും എന്നവൻ പറഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. ശേഷം ഞാൻ ആ ചായൽപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കുട്ടി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ചേച്ചിയെ പിടിച്ചേ എന്നവൾ പറഞ്ഞു. ആ സമയത്ത് അവനങ്ങ് പോകുന്നത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. എന്തായിരിക്കും അവന് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു. അങ്ങനെ സമയമായി. ഏകദേശം 9 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ അമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. ഞാനെടുത്ത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ്റെ വിചാരമായി അവൻ അവിടേക്ക് വരും എന്നുള്ള കാര്യം എനിക്ക് സംശയമില്ലായിരുന്നു. ആ സമയം തന്നെ ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ കുറേ സമയം റൂമിൽ തനിച്ചായിരുന്നു. അപ്പോൾ ജനലിൻ്റെ ആ ഒരു പാളയിൽ ഒരു കൊട്ടൽ ടപ്പ് ടപ്പ് എന്ന് മാത്രം ഒച്ച കേട്ടു. അത് അവനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ പതുക്കെ അടുക്കള പതി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങോട്ട് വാ എന്ന് കാണിച്ചു. ഞാൻ ആ ഒരു ജനാലക്കരികിലേക്ക് ചെന്നു. സമയത്ത് എന്നോട് പറഞ്ഞു, നമുക്കിവിടെ നിൽക്കണ്ട, സേഫല്ല, നേരെ അവിടേക്ക് പോയാൽ ആ ഒരു കാട് അങ്ങോട്ട് പോയാലോ എന്നവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ വേണം, അവിടെയൊക്കെ ഇഴജന്തുക്കളൊക്കെ ഉള്ളതാ, എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണ്, നമുക്കിവിടെ നിന്നാൽ പോരെ. ഞാൻ പറഞ്ഞു, ഇവിടെ നിൽക്കേണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് എന്നെ തള്ളി. അങ്ങനെ ഞാനും അവനും കൂടെ അവിടേക്ക് നടന്നു. അത് നല്ലൊരു കുറ്റിക്കാടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ 2 പേരും കൂടെ ആ കാട്ടിനുള്ളിലേക്ക് പോവുകയായിരുന്നു. അവിടെ നല്ല റബ്ബർ മരങ്ങളുണ്ടായിരുന്നു. അന്നെപ്പോഴോ ആരോ വെച്ച 4-5 റബ്ബർ മരങ്ങളാണ്. വീട്ടിലേക്കുള്ളൊരു വരുമാനം ആ ഒരു റബ്ബർ മരങ്ങൾ തന്നെയാണ്. അതിനിടയിൽ നിന്നാണ് ഞങ്ങളുടെ സംസാരം. പെട്ടെന്ന് അവിടുന്ന് ആരോ നടന്നു വരുന്നതാണെന്ന് എനിക്ക് തോന്നി. ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി അത് ഞങ്ങളുടെ അമ്മാവന്മാരാണെന്ന്. അങ്ങനെ ഞങ്ങൾ 2 പേരും അവിടെ നിന്ന് സംസാരിച്ചു. എന്താ പറയണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു. ആദ്യമൊന്നും അവൻ പറഞ്ഞില്ല. ശേഷം പറഞ്ഞു, എടി എനിക്കെന്തോ നിന്നോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് നേരത്തെ മുതലേ ഉള്ളതായിരുന്നു. ഇപ്പം നമ്മൾ കോളേജിലാൻ കഴിഞ്ഞില്ലേ, ഇനി അങ്ങനെ ലൈഫും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നിനക്കില്ലപ്പോൾ അത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല. നീ ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. അത് പറയുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ പൊട്ട, ഇത് പറയാനാണോ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നത്? അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. അവിടെ വെച്ചാലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറയില്ലേ. ഏതായാലും ഞാൻ ആലോചിച്ചിട്ട് മറുപടി പറയാം. അതിനുശേഷം ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകളൊക്കെ മതി എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവനും സന്തോഷമായി. അങ്ങനെ ആ ഒരു രാത്രിയിൽ ഞാനും അവനും അവിടെ നിന്ന് യാത്രയായി. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു കഥ വേണമെങ്കിൽ ആരായാലും കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവർ നന്നായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്സും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് ഇനി വീണ്ടും ഒരു കഥയുടെ കാണാം കേട്ടോ.